വർഷം 1975. സൗത്ത് ചൈന ഉൾക്കടലിലൂടെ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമേരിക്കൻ എയർക്രാഫ്റ്റ് കാരിയർ. ഈ കാരിയറിന്റെ റൺവേയിൽ ഒന്നിനു പുറകെ ഒന്നായി ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്യുന്നുണ്ട്. ലാൻഡ് ചെയ്ത ഹെലികോപ്റ്ററിൽ നിന്ന് പേടിച്ചു വിറച്ച കുട്ടികളും മുതിർന്നവരുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. പെട്ടെന്ന് ഒരു ചെറിയ 2 സീറ്റർ എയർപ്ലെയിൻ ഈ കപ്പലിനെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ഇത് കണ്ട പരിഭ്രാന്തരായ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? ഈ ഡെക്കിൽ ലാൻഡ് ചെയ്ത 30ഓളം ഹെലികോപ്റ്ററുകൾ തള്ളി കടലിലേക്ക് ഇട്ടു. ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 2500 കോടിയോളമാണ് ഈ ഹെലികോപ്റ്ററുകളുടെ വില. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ പേര് വിഷ്ണു. വെൽക്കം ടു നോ ഇറ്റ് മലയാളം. 1954 വിയറ്റ്നാം എന്ന രാജ്യം സൗത്ത് വിയറ്റ്നാം, നോർത്ത് വിയറ്റ്നാം എന്ന രണ്ടായി പിളർന്നത്. കാരണം മറ്റൊന്നുമല്ല, കമ്മ്യൂണിസത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു ഇതിന് പിന്നിൽ. ഇതിനുശേഷം നോർത്ത് വിയറ്റ്നാമിന് സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൗത്ത് വിയറ്റ്നാമിനെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കി മാറ്റണമെന്ന് ഇവർ തീരുമാനിച്ചു. പക്ഷേ അമേരിക്ക സൗത്ത് വിയറ്റ്നാമിനൊപ്പം ചേർന്ന് ഇതിനെ ശക്തമായി എതിർത്തു. ഇങ്ങനെ നീണ്ടുപോയ പ്രശ്നങ്ങളാണ് 1955 ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത്. അങ്ങനെ യുദ്ധം തുടങ്ങി. ചൈനയും സോവിയറ്റ് യൂണിയനും നോർത്ത് വിയറ്റ്നാമിന് ആവശ്യമായ ആയുധങ്ങളും പട്ടാളക്കാരെയെല്ലാം നൽകി യുദ്ധം മുൻപോട്ട് നയിച്ചു. ഏകദേശം 19 വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധം. 30 ലക്ഷത്തോളം ആളുകൾ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ 1973 തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ വെച്ചിരുന്നു. ഇതിനുശേഷം അമേരിക്ക അവരുടെ പട്ടാളത്തിനെല്ലാം സൗത്ത് വിയറ്റ്നാമിൽ നിന്ന് പിൻവലിച്ചു. ഈ സാധ്യത മുതലെടുത്ത് വിയറ്റ്നാമിന്റെ തലസ്ഥാനമായ സൈഗോൺ പിടിച്ചടക്കാൻ നോർത്ത് തീരുമാനിച്ചു. വീണ്ടും തുടങ്ങിയ യുദ്ധം 1975 ഏപ്രിൽ ആയപ്പോഴേക്കും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. ഒടുവിൽ സൈഗോൺ നോർത്ത് പിടിച്ചടക്കുമെന്ന സ്ഥിതിയിലായി. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം ജീവനിൽ കൊച്ച് രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളും തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സൈഗൺ പിടിച്ചടക്കാൻ നോർത്ത് ഏകദേശം ഒരാഴ്ച സമയമെടുത്തിരുന്നു. ഇത് അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനായിരുന്നു. ഇതൊരു സാധ്യതയായി മുന്നിൽ കണ്ട അമേരിക്ക എന്ത് ചെയ്തു? ഈ സമയം കൊണ്ട് വിയറ്റ്നാമിലുള്ള അമേരിക്കക്കാരെയെല്ലാം രക്ഷപ്പെടുത്താമെന്ന് പ്ലാൻ ചെയ്തു. കാരണം സൗത്ത് വിയറ്റ്നാമിൽ വിയറ്റ്നാമീസ് മാത്രമല്ല, ഒരുപാട് അമേരിക്കക്കാരും താമസിച്ചിരുന്നു. അങ്ങനെ സൈഗണിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ എംബസിക്ക് ഒരു സന്ദേശം എത്തി. അമേരിക്കൻ സിംഗറായ ബിങ് ക്രോസ്ബിയുടെ ഒരു ക്രിസ്മസ് പാട്ട് റേഡിയോയിൽ സംപ്രേഷണം ചെയ്യും. ഇതാണ് രക്ഷാപ്രവർത്തനം തുടങ്ങാനുള്ള സിഗ്നൽ, എല്ലാവരും തയ്യാറാകുക എന്നായിരുന്നു ഈ സന്ദേശം. അടുത്ത ദിവസം തന്നെ എല്ലാ റേഡിയോ ചാനലും തുടർച്ചയായി ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. ഈ സിഗ്നൽ തിരിച്ചറിഞ്ഞ ആളുകളെല്ലാം പരിഭ്രാന്തരായി അമേരിക്കൻ എംബസി കെട്ടിടത്തിന് മുകളിൽ കയറി അഭയം പ്രാപിച്ചു. ഇതേ സമയം സൗത്ത് ചൈന കടലിൽ നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു അമേരിക്കൻ എയർക്രാഫ്റ്റ് കാരിയറായ USS മിഡ്വേ CV-41. ഏപ്രിൽ 29 വൈകുന്നേരം 3:30 ക്യാപ്റ്റന്റെ ചേംബറിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. ഇന്ന് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓപ്പറേഷൻ നടത്തണം. ഫ്രീക്വന്റ് വിൻഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ ഒരു യുദ്ധമല്ല, മറിച്ച് സൈഗണിൽ നിന്ന് 200ഓളം അമേരിക്കക്കാരെ റെസ്ക്യൂ ചെയ്യാനുള്ള ഓപ്പറേഷനാണ്. നിർദ്ദേശം ലഭിച്ച് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഹെലികോപ്റ്ററുകൾ തയ്യാറായി സൈഗണിലേക്ക് പുറപ്പെട്ടു. പക്ഷേ സൈഗണിലെ US എംബസി വലിയ കൺഫ്യൂഷനിലായിരുന്നു. എങ്ങനെയെങ്കിലും അമേരിക്കക്കാരെ രക്ഷപ്പെടുത്തണം എന്നായിരുന്നു അവർക്കും ലഭിച്ച നിർദ്ദേശം. പക്ഷേ ഇപ്പോൾ അത് സാധ്യമല്ല. കാരണം ഇവരുടെ കൂടെ ആയിരക്കണക്കിന് വിയറ്റ്നാമീസും US എംബസിയിൽ അഭയം തേടിയിരുന്നു. വേറെ വഴിയില്ലാതെ ഹെലികോപ്റ്റേഴ്സ് എംബസി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഇവരെ ഇവാക്യുവേറ്റ് ചെയ്യുവാൻ തുടങ്ങി. ആദ്യത്തെ ഹെലികോപ്റ്റർ തിരിച്ചെത്തി കാരിയറിൽ ലാൻഡ് ചെയ്തു. ആളുകളെ സെയിലേഴ്സ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. പിന്നീട് രണ്ടാമത്തെ ഹെലികോപ്റ്റർ എത്തി, മൂന്നാമത്തേതെത്തി. അങ്ങനെ റൺവേ ഹെലികോപ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞു. കാരിയറിലെത്തുന്ന ആളുകളുടെ എണ്ണം കണ്ട് ശരിക്കും US എയർഫോഴ്സ് ഞെട്ടി. 200ഓളം അമേരിക്കക്കാരെ എന്ന് പറഞ്ഞത് ഇപ്പോൾ വിയറ്റ്നാമീസ് ഉൾപ്പെടെ 1200-ന് മുകളിൽ ആളുകൾ എത്തിയിരിക്കുന്നു. ഇവരുടെ സേഫ്റ്റി പ്രധാനമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു കപ്പൽ തന്നെ ആദ്യമായിട്ടാണ് ഇവർ കാണുന്നത്. റൺവേയിലേക്ക് ഓടി വലിയ അപകടങ്ങൾ ഉണ്ടാവാനും പാടില്ല. അങ്ങനെ ചിനൂക്ക് ഹെലികോപ്റ്റർ ഉൾപ്പെടെ 81 ഹെലികോപ്റ്ററുകളാണ് ഒരേ സമയം ഈ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ലാൻഡ് ചെയ്യുന്നു, വീണ്ടും പറന്നുയരുന്നു. ഇതൊരു ബിസിയസ്റ്റ് ഓപ്പറേഷൻ ആയിരുന്നു. പലതവണ റെസ്ക്യൂ ചെയ്തതിനു ശേഷം ചില ഹെലികോപ്റ്ററുകൾ ഇന്ധനം തീർന്ന് കടലിലേക്ക് വീണു. വീണ്ടും നിറയ്ക്കാനോ ഹെലികോപ്റ്ററുകളുടെ പിഴവുകൾ പരിഹരിക്കാനോ പോലും സമയമുണ്ടായിരുന്നില്ല. സെയിലേഴ്സ് തുടർന്ന് അവരുടെ ജോലികൾ കൃത്യമായി ചെയ്തു. ഏകദേശം 30 മണിക്കൂർ നീണ്ട റെസ്ക്യൂ ഓപ്പറേഷൻ. 1373 അമേരിക്കൻസും 5595 വിയറ്റ്നാമീസും ഉൾപ്പെടെ 7000 പേരെ ഇതിനോടകം USS മിഡ്വേ ഇവാക്യുവേറ്റ് ചെയ്തിരുന്നു. ഇന്നുവരെയും ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ റെസ്ക്യൂ ഓപ്പറേഷൻ. എയർലിഫ്റ്റിങ്ങിലൂടെ മാത്രമല്ല, ബോട്ടുകളും മറ്റു മാർഗങ്ങൾ വഴിയും ഇവാക്യുവേഷൻ നടത്തിയിരുന്നു. ഈ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൈഗണിൽ നോർത്ത് വിയറ്റ്നാം പട എത്തിയിരുന്നു. ഇതേ സമയം സൗത്ത് വിയറ്റ്നാം എയർഫോഴ്സ് മേജറായ ബുവാങ് ലീ, അദ്ദേഹത്തിന്റെ ഭാര്യ, 5 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം കോൺസൺ എന്നൊരു ഐലൻഡിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. ഇതായിരുന്നു സൗത്ത് വിയറ്റ്നാമിന്റെ കൺട്രോളിലുണ്ടായിരുന്ന അവസാനത്തെ ബേസ്. എന്നാൽ ഇത് നോർത്ത് പട സീസ് ചെയ്യാമെന്ന് ഉറപ്പിച്ചതോടെ ബുവാങ് ലീ എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം കുഴഞ്ഞു. ഇനി നിന്നാൽ കുടുംബത്തോടെ മരിക്കേണ്ടി വരും എന്നുറപ്പിച്ച ബുവാങ് ലീ ബേസിലെ എയർഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ എയർപ്ലെയിൻ കണ്ടെടുത്തു. 2 പേർ മാത്രം ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ള സെസേന 170 എന്നറിയപ്പെടുന്ന എയർപ്ലെയിൻ ആയിരുന്നു ഇത്. ഇത് മോഡിഫൈ ചെയ്താണ് ബേർഡ് ഡോഗ് എന്ന പേരിൽ എയർഫോഴ്സ് ബേസിൽ ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ ഉപയോഗം യുദ്ധസമയത്ത് ശത്രുക്കളുള്ള സ്ഥലത്തേക്ക് ഫോസ്ഫറസ് റോക്കറ്റുകൾ നിക്ഷേപിച്ച് അടയാളപ്പെടുത്തുന്നതാണ്. ഇത് പുറകെ എത്തുന്ന ഫൈറ്റർ പ്ലെയിനുകൾക്ക് ഒരു വഴികാട്ടിയായിരുന്നു.
അങ്ങനെ 14 വയസ്സ് പ്രായമുള്ള കുഞ്ഞും 4 കുട്ടികളും ഭാര്യ ഉൾപ്പെടെ ഈ പ്ലെയിനിൽ കയറി ബുവാങ്ലി എവിടേക്കെന്നറിയാതെ പുറപ്പെട്ടു. ഇന്ധനം വളരെ കുറവാണ്, മാത്രമല്ല ഇതിലെ റേഡിയോ പ്രവർത്തനരഹിതവും അത്യാധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുമായിരുന്നു. ഇത് അവരുടെ യാത്ര വളരെ കഠിനമാക്കി. ഫൈറ്റർ പ്ലെയിനുകളുടെ കണ്ണിൽപ്പെടാതെ സൈഗോണിൽ നിന്ന് കടലിന് മുകളിലൂടെ കുറച്ചു ദൂരം പറന്നു. ഇതേ സമയം കിഴക്ക് ദിശയിലേക്ക് US ഹെലികോപ്റ്ററുകൾ പോകുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. വേറെ വഴിയില്ലാതെ ഈ ഹെലികോപ്റ്ററുകളെ പിന്തുടരാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അരമണിക്കൂറിന് ശേഷം US എയർക്രാഫ്റ്റ് കാരിയർ കണ്ടെത്തി. റൺവേ വളരെ ബിസിയായിരുന്നു. അനുമതിയില്ലാതെ ലാൻഡ് ചെയ്യുന്നത് അപകടകരമാണ്. റേഡിയോ ഇല്ലാതെ കാരിയറുമായി ബന്ധപ്പെടാൻ ഒരു നിവൃത്തിയുമില്ല. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാരിയറിന് മുകളിലൂടെ അദ്ദേഹം താഴ്ന്നു പറന്നു. കയ്യിൽ കരുതിയിരുന്ന ഒരു ചെറിയ നോട്ടിലെ പേപ്പറിൽ മെസ്സേജ് എഴുതി കപ്പലിന്റെ ഡെക്കിലേക്ക് അദ്ദേഹം ഇട്ടു. പക്ഷേ നിർഭാഗ്യവശാൽ ആദ്യം ഇട്ട പേപ്പർ കാറ്റിൽ പറന്നുപോയി. രണ്ടാമതും അദ്ദേഹം ശ്രമിച്ചു, ആ പേപ്പറും പറന്നുപോയി. ഇനിയുള്ള അവസാനത്തെ വഴി എഴുതുന്ന ആ ചെറിയ നോട്ട്ബുക്ക് ഉൾപ്പെടെ താഴേക്ക് ഇടുന്നതാണ്. അദ്ദേഹം അവസാനമായി ഒന്നുകൂടി റൺവേക്ക് മുകളിലൂടെ താഴ്ന്നു പറന്നു. ഇത്തവണ താഴേക്ക് വീണ നോട്ട് സെയിലേഴ്സിന് എടുക്കാൻ കഴിഞ്ഞു. അതിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾക്ക് ഹെലികോപ്റ്റേഴ്സ് റൺവേയിൽ നിന്ന് ഒരു വശത്തേക്ക് നീക്കാൻ കഴിയുമോ? എനിക്ക് ലാൻഡ് ചെയ്യാനായിരുന്നു. 1 മണിക്കൂർ കൂടി പറക്കാനുള്ള ഫ്യൂവൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് സമയമുണ്ട് എന്ന് മേജർ ബുവാങ്ലി, ഭാര്യ, 5 കുട്ടികൾ. ഇതായിരുന്നു ആ പേപ്പറിൽ എഴുതിയിരുന്നത്. സെയിലേഴ്സ് ഈ മെസ്സേജ് വായിച്ചതിന് ശേഷം അനുമതിക്കായി ക്യാപ്റ്റൻ ചേംബറുമായി ബന്ധപ്പെട്ടു. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ക്യാപ്റ്റന്റെ മെസ്സേജ് വന്നു: ഏത് വിധേനയും ഡെക്ക് ക്ലിയർ ചെയ്യണം, അദ്ദേഹത്തെ ലാൻഡ് ചെയ്യാൻ അനുവദിക്കണം. പിന്നെ ഒന്നും നോക്കിയില്ല, ചിനൂക്ക് ഉൾപ്പെടെ 30ഓളം ഹെലികോപ്റ്റർ കടലിലേക്ക് തള്ളിയിട്ടു. ബേഡ് ഡോഗിന് ലാൻഡ് ചെയ്യാനുള്ള വഴിയും ഒരുക്കി. ഇനിയെല്ലാം ബുവാങ്ലിയുടെ കൈകളിലാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ബുവാങ്ലി വളരെ കൃത്യതയോടെ ബേഡ് ഡോഗ് റൺവേയിൽ ഇറക്കി. ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഏറ്റവും അമേസിംഗ് ആയ മൊമെന്റ് ഇതാണ് എന്നായിരുന്നു സെയിലേഴ്സ് അന്ന് കുറിച്ചത്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിലുള്ള വിശ്വാസവും കഴിവും കൊണ്ടാണ് ആ ഫാമിലി രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെയും തീരുമാനത്തെയും വിശ്വസിക്കുക. തോറ്റു കൊടുക്കരുത് ജീവിതത്തിൽ. മേജർ ബുവാങ്ലിയെ പോലെ നിങ്ങളും ഒരു ഹീറോയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഗുഡ് ബൈ.